Hello, welcome back to our channel. എൻ്റെ പേര് ലക്ഷ്മി. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പീകോക്ക് ഡിസൈൻ ആണ്. പീകോക്ക് ഡിസൈൻ നമ്മൾ കലംകാരി ഫോക്ക് ആർട്ടിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. സാധാരണ ഒരു ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നോർമൽ ഡ്രോയിങ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഷീറ്റാണ്. ആൻഡ് നമുക്ക് ആവശ്യമുള്ളത് ബ്രഷ് പെൻ വേണം, ആൻഡ് സ്കെയിൽ വേണം, പെൻസിൽ, ഇറേസർ ആൻഡ് വാട്ടർ പ്രൂഫ് ജെൽ പെൻ ബ്ലാക്ക് കളറിലുള്ളത്. സോ ഇതൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ കലംകാരിയിൽ ഭയങ്കര ഡൾ കളേഴ്സാണ് യൂസ് ചെയ്യുക. സോ ഞാനിവിടെ ബ്രഷ് പെൻ യൂസ് ചെയ്തുകൊണ്ടാണ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. റോ കളേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ലൈറ്റ് ബ്ലൂ, അതുപോലെ തന്നെ ബ്ലൂ, ഗ്രീൻ, ബ്രൗൺ, ഇത്തരം റോ ആയിട്ടുള്ള കളേഴ്സാണ് സാധാരണയായിട്ട് കലംകാരിയിൽ കണ്ടുവരുന്നത്. അതും ഡൾ കളേഴ്സാണ് അതിൽ യൂസ് ചെയ്യുക. പക്ഷെ ഞാൻ ഇവിടെ ബ്രഷ് പെൻ കൊണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കത് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളർ വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇനി നമ്മൾ ഇവിടെ ബോർഡർ കൊടുക്കുകയാണ്. ബോർഡർ നിങ്ങൾക്ക് ഏത് സൈസിലുള്ളത് വേണേലും കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ വളരെ തിന്നായിട്ടുള്ളൊരു ബോർഡറാണ്, അതും സിമ്പിളായിട്ടുള്ളൊരു ബോർഡറാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഉള്ളിൽ നമ്മളൊരു പീകോക്കിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ, അതുപോലെ തന്നെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് എല്ലാം കൂടിയും ബോർഡറും എല്ലാം കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ബോർഡർ കുറച്ച് സിമ്പിളായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പ്ലെയിൻ ആയിട്ട് വേറെ കളേഴ്സൊന്നും കൊടുക്കുന്നില്ല. ബ്ലാക്ക് കളർ തന്നെയാണ് നമ്മൾ ബോർഡർ കൊടുക്കുന്നത്. ഉൾഭാഗത്ത് മാത്രമാണ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് ശരിയാക്കുന്നുള്ളൂ കേട്ടോ. സോ ബോർഡേഴ്സിൻ്റെ ഈ കോർണേഴ്സിൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു സർക്കിൾ കൊടുത്തിട്ട് അതിൻ്റെ അകത്തും കുഞ്ഞൊരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി പോർഷൻസ് എല്ലാം നമ്മൾ ഫൈൻ ലൈൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ്. സോ ഈ 4 പോർഷൻസിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുകയാണ്. അതിനുശേഷം മെയിൻ ബോർഡറിൽ നമ്മൾ സർക്കിളാണ് കൊടുക്കുന്നത്. സർക്കിൾ അതിൻ്റെ അകത്ത് പിന്നെ ഒരു കുഞ്ഞ് സർക്കിളും കൂടി കൊടുക്കുന്നുണ്ട്. ആൻഡ് ബാലൻസ് വരുന്ന പോർഷൻസ് നമ്മൾ ഈ ഒരു പെന്ന് വെച്ചിട്ട് തന്നെ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതുപോലെ കംപ്ലീറ്റ് ബോർഡറും നമ്മൾ ചെയ്തെടുക്കണം. സോ നമ്മൾ ബോർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള പീകോക്കും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ഈ ബ്ലാക്ക് ജെൽ പെൻ യൂസ് ചെയ്ത് വരച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടും കളർ വെച്ച് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ പാറ്റേൺസും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പാറ്റേൺസ് ഒന്നും കൊടുക്കുന്നില്ല, ചെറിയ പാറ്റേൺസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇത് കളേഴ്സ് വെച്ച് ഫില്ല് ചെയ്തെടുക്കും.
ഇനി നമ്മളിതിൽ കംപ്ലീറ്റ് ആയിട്ടും ഫ്ലവർ കൊടുക്കുന്നില്ല, ഈ കുറച്ച് ചെറിയൊരു കോർണർ സൈഡിലൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കലംകാരി ഒരു സ്ക്രോൾ പെയിൻറ്റിംഗ് ആണ് ആൻഡ് ഡയറക്റ്റ് ആയിട്ട് പെണ്ണുകൊണ്ടാണ് വരയ്ക്കുക. സോ അതുകൊണ്ട് ഈ ഫ്ലവേഴ്സും ഒക്കെ എല്ലാം ഒരേ ഷേപ്പിൽ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് ഒരുപാട് ഫ്ലവർ മോട്ടീവ്സ് നമ്മുടെ കലംകാരിയിലുണ്ട്. സോ ഇങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഇന്ന രീതിയിലാണ് പെറ്റൽസ് വരയ്ക്കേണ്ടത് അങ്ങനെയൊന്നും. പക്ഷേ എപ്പോൾ നോക്കുമ്പോഴും നമുക്ക് കലംകാരിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എപ്പോഴും ഒരു ഫ്ലവർ അല്ലെങ്കിൽ എന്തൊരു പാറ്റേൺസ് വരയ്ക്കുന്ന സമയത്തും ഇതുപോലെ ഈ നടുവിൽ നമ്മൾ ഫ്ലവറിൻ്റെ നടുവിൽ കൊടുത്തിട്ടില്ലേ, അങ്ങനത്തെ ആ ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ 2-3 സർക്കിൾസ് വരും. അതിനുശേഷം ഇങ്ങനത്തെ ഒരു വേവി ലൈൻ വരും. അതിനുശേഷമാണ് ഈ പെറ്റൽസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് പീകോക്കിലും അല്ലെങ്കിൽ തന്നെ മറ്റ് ഡിസൈൻസിലൊക്കെ വരുന്ന മറ്റ് പാറ്റേൺസൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ലൈൻസ് നമുക്കതിൽ കാണാൻ പറ്റും. സോ അതാണ് കലംകാരിയിൽ നമ്മൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കി പെറ്റൽസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻസ്, താഴത്തെ ഈ ഒരു പോർഷൻസും അതുപോലെ തന്നെ മുകളിൽ ഒരു 1 സൈഡ് മാത്രമാണ് ഫ്ലവർ കൊടുക്കുന്നത്. ബാക്കി ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കളർ വെച്ച് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അവിടെ ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ചെറിയ സർക്കിൾസ് മാത്രം ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ബ്രഷ് പെൻ വെച്ച് നമ്മളിത് കളർ ചെയ്തെടുക്കും. ഇവിടെ ഞാൻ ഫ്ലവേഴ്സിനെല്ലാം സെയിം കളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെങ്കിൽ കൊടുത്ത് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ സെയിം കളർ കൊടുത്തു എന്നേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിന് യെല്ലോ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പീകോക്കിന് ഗ്രീൻ, ബ്ലൂ, യെല്ലോ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ.
സോ ഇതാണ് നമ്മുടെ കലങ്കാരി പെയിൻറ്റിങ് ഇന്നത്തെ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. See you on next video. Bye. Take care.